ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഓണസദ്യയിലെ പ്രധാന വിഭവമായ പുളിയിഞ്ചിയാണ്. മധുരവും പുളിപ്പും എരിവെല്ലാം ചേർന്നിട്ടുള്ള ഈ പുളിയിഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റാണല്ലോ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം ഇഞ്ചിയും പിന്നെ 2-3 പച്ചമുളക്, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട്. പുളി വെള്ളം ഒഴിച്ച് വെക്കണം. കുറച്ച് ഒന്ന് സോക്കായതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വേണമെങ്കിൽ ഇഞ്ചി വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ രീതിയാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. അങ്ങനെ ഇഞ്ചി ഞാൻ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 5-6 ചെറിയുള്ളി മതി. ഈ ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ പുളിയിഞ്ചിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയുള്ളി അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനതിപ്പം നല്ലെണ്ണ ഉള്ളതുകൊണ്ട് അതെടുത്തെന്ന് മാത്രം. ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഇത് നന്നായി ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ നോൺ സ്റ്റിക്ക് തന്നെ എടുത്തത്. ചിലപ്പം വേറെ മൺചട്ടിയിലെല്ലാം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാനെല്ലാം ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട്. ഞാൻ ആ ടൈമിൽ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്ക്, ഇഞ്ചി നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് ഇഞ്ചി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവുന്നത് വരെ ചെയ്യണം. ഇനി നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും, കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഫ്രൈ ആവണം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പൊടിയൊക്കെ ഇടുമ്പോൾ തീ ലോ ഫ്ലെയിമിലിടണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പുളിവെള്ളം നന്നായി ഒന്ന് തിളക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള
ഈ ഇഞ്ചിയില്ലേ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഇപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് കുറുകണം, എന്നാലേ ഇഞ്ചിക്കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. ഇതൊന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് മധുരം അധികം വേണമെങ്കിൽ അതുപോലെ നമ്മൾക്ക് എത്ര വേണോ. ഞാനിവിടെ 1 കപ്പ് വെല്ലപ്പാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അത് തിളക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ആ ടൈമിൽ നന്നായി അത് കുറുകി എണ്ണ തെളിഞ്ഞു വരും. ഇപ്പോൾ ഇതാ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ വരുന്നവരെ നന്നായി തിളച്ച് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.